അത്യന്തം ദുഃഖത്തോടെയാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കൊൽക്കത്തയിൽ നടന്ന വനിതാ ഡോക്ടർ മൗമിതയുടെ കൊലപാതകം, അതും ജോലി ചെയ്ത സ്വന്തം ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതും മരവിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു സംഭവമാണ് അവിടെ നടന്നത്. ചെകുത്താന്മാർ പോലും ചെയ്യാൻ അറയ്ക്കുന്ന ഒരു പ്രവൃത്തി. ബംഗാളിൽ ആർക്കേക്കർ മെഡിക്കൽ കോളേജിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട വനിതാ ഡോക്ടർ മൗമിത ഒന്നിലേറെ തവണ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച സൂചനകൾ ഉള്ളതായി മുതിർന്ന ഡോക്ടറെ ഉദ്ധരിച്ച് പുറത്തു വന്നിട്ടുള്ളത്. ഒന്നിലേറെ പേർ ക്രൂര കൊലപാതകത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാകാമെന്ന് ഇതേ മെഡിക്കൽ കോളേജിൽ ഉണ്ടായിരുന്ന ഡോക്ടർ സുബർണ ഗോസ്വാമി പറയുന്നു. നീചവും മൃഗീയവുമായിട്ടുള്ള പീഡനത്തിന് ഇരയായി ആ ഡോക്ടറുടെ അവസാന നിമിഷങ്ങൾ, അതിനെക്കുറിച്ചിട്ട് പറയാൻ തന്നെ മനസ്സ് തകർന്നു പോവുകയാണ്. ഈ പ്രവൃത്തി കാലത്ത് 3-നും 5-നും ഇടയ്ക്ക് നടന്നതാണ് എന്നാണ് പറയുന്നത്. ഡോക്ടർ ഇതിനിടയിലാണ് കൊല്ലപ്പെടുന്നത്, അതായത് രാവിലെ 3 മണിക്കും 5 മണിക്കും ഇടയ്ക്ക്. അന്ന് രാത്രി ആ ഹോസ്പിറ്റലിൽ എന്താണ് സംഭവിച്ചത് അത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ചുരുക്കി പറയാം. അർദ്ധരാത്രിക്ക് ശേഷം ഈ ഡോക്ടർ മൗമിതയും 4 സഹപ്രവർത്തകരും ആഹാരത്തിന് വേണ്ടി ഓർഡർ ചെയ്ത് സെമിനാർ റൂമിൽ വെച്ച് അത്താഴം കഴിച്ചു. അത് കഴിഞ്ഞ് സഹപ്രവർത്തകർ പിരിഞ്ഞു പോയി. വനിതാ ഡോക്ടർ മൗമിത കുറച്ചു നേരം ആ മുറിയിലിരുന്ന് പഠിക്കുവാൻ തുടങ്ങി. പിന്നീട് ഡ്യൂട്ടി സഹപ്രവർത്തകരെ ഏൽപ്പിച്ചിട്ട് സെമിനാർ ഹാളിൽ പഠിക്കുവാൻ പോയി. ഏതാണ്ട് പുലർച്ചെ 2 മണിക്ക് അവിടെ തന്നെ ഉള്ള ഒരു രോഗിയുടെ ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഡിസ്കസ് ചെയ്യുവാൻ ഒരു സ്റ്റാഫ് വന്നിട്ട് ഈ ഡോക്ടറിൻ്റെ അടുത്ത് വരികയും, ഏതാണ്ട് അതേ സമയം തന്നെ ഡോക്ടർക്ക് കസിനിൻ്റെ അടുത്ത് നിന്നും ഒരു മെസ്സേജ് വന്നു. ഒരു 2:35 പുലർച്ചയോടെ എല്ലാം നോർമലാണെന്നും ഡോക്ടർ മൗമിത മറുപടി അയക്കുകയും ചെയ്തു. ഏതാണ്ട് രാവിലെ 3 മണിയോടെ ഒരു ഹോസ്പിറ്റൽ സ്റ്റാഫ് വന്ന് നോക്കിയിരുന്നു. അപ്പോൾ ഡോക്ടർ ഒരു ബ്ലാങ്കറ്റൊക്കെ വിരിച്ചിട്ട് അവിടെ കിടക്കുന്നതായിട്ട് കണ്ടു. അപ്പോൾ അത് കഴിഞ്ഞിട്ടായിരിക്കും ഈ കൊലയാളിയായിട്ടുള്ള സഞ്ജയ് എന്ന് പറയുന്ന ആ ദുഷ്ടൻ അങ്ങോട്ട് വന്നത്. ഏതാണ്ട് പുലർച്ചെ 4 മണിക്കാണ് ഇയാൾ അവിടെ ചെന്നു ഈ ഡോക്ടറിനെ പീഡിപ്പിച്ചത്. അയാൾ വന്നിട്ട് ഡോക്ടറുടെ വായ ബലമായി പൊത്തിപ്പിടിക്കുകയും തല ചുമരിലിടിക്കുകയും അവസാനം കഴുത്ത് ഞെരിച്ച് ഡോക്ടറിനെ കൊലപ്പെടുത്തുകയും ചെയ്തു. മുഖത്ത് വിരൽപ്പാടുകളും നെയിൽ ബൈറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ പൊട്ടിയ കണ്ണാടി ലാപ്ടോപ്പിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഒരുപാട് നേരം ഈ വിഫലമായിട്ട് തന്നെ ചെറുത്ത് നിൽക്കാൻ ഡോക്ടർ ശ്രമിച്ചെങ്കിലും അവസാനം ഒരു ദയനീയമായിട്ടും ദാരുണമായിട്ടുമുള്ള ഒരു അന്ത്യമാണ് അവിടെ നേരിടേണ്ടി വന്നത്. ഡോക്ടറുടെ ദേഹം മൊത്തവും മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു. മുഖത്തൊക്കെ ഫിംഗർ നെയിലിൻ്റെ മാർക്സും ശരീരമാസകലം ക്ഷതമേറ്റിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടത് പല കാര്യങ്ങളും ഞെട്ടിക്കുന്ന രീതിയിലുള്ളതാണ്. സ്വകാര്യ ഭാഗങ്ങളിലൊക്കെ രക്തസ്രാവം ഉണ്ടായിരുന്നു. അതിക്രൂരമായിട്ടുള്ള പീഡനത്തിനായിട്ടുള്ള ഡോക്ടർ വന്നിട്ട് അനുഭവിച്ചത്, അതിന് ഇരയായത്. അതിനുശേഷം ഈ ദുഷ്ടൻ ആ ഡോക്ടറിനെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. സംഭവം നടന്ന അതേ ദിവസം തന്നെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. കൊലയാളിയും കുറ്റകൃത്യം ചെയ്തതുമായിട്ടുള്ള സഞ്ജയ് റോയ് കൊൽക്കത്ത പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ ഒരു സിവിൽ വോളണ്ടിയർ ആയി 2019 ജോയിൻ ചെയ്തു. അയാൾ കൊൽക്കത്ത പോലീസിൻ്റെ 4th ബറ്റാലിയൻ്റെ അസോസിയേഷൻ സഹായത്തോടെ പല തവണ ഇയാൾക്ക് ആർജിക്കർ ഹോസ്പിറ്റൽ പോലീസിൻ്റെ ഔട്ട് പോസ്റ്റിൽ ചുമതല ലഭിക്കുകയും അത് കാരണം ഇയാൾക്ക് ഹോസ്പിറ്റലിൻ്റെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും വളരെ എളുപ്പം തന്നെ കയറി ഇറങ്ങുവാനുള്ള സാഹചര്യവും സ്വാതന്ത്ര്യവും ഒക്കെ ലഭിക്കുകയും ചെയ്തു. 33 വയസ്സുള്ള കൊലയാളി 4 തവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. ഇയാൾക്ക് എതിരെ ധാരാളം പരാതികൾ നിലവിലുണ്ട്. 2022 ഗർഭിണിയായ സ്വന്തം ഭാര്യയെ ഇയാൾ ദ്രോഹിക്കുകയും പല വനിതകളെയും ഇയാൾ ഫോണിലൊക്കെ വിളിച്ചിട്ട് മാസങ്ങളോളം ശല്യപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. CCTV ഫുട്ടേജ് പരിശോധിച്ചപ്പോൾ ഇയാൾ രാവിലെ 4 മണിക്ക് എമർജൻസി ബിൽഡിങ്ങിൽ പോകുന്ന
ആ ഒരു കാഴ്ചയും ആ പോകുന്ന സമയം കഴുത്തിൽ ഒരു ബ്ലൂടൂത്ത് ഡിവൈസും കാണുന്നുണ്ട്. 40 മിനിറ്റിന് ശേഷം ഇയാൾ പുറത്തു വന്നപ്പോഴേക്കും അത് കഴുത്തിൽ കാണാനില്ലായിരുന്നു. ഇയാളുടെ സെൽഫോണുമായിട്ട് ഈ ബ്ലൂടൂത്ത് വന്നിട്ട് പെയർ ചെയ്തിട്ടുമുണ്ടായിരുന്നു. അവസാനം വനിതാ ഡോക്ടറുടെ അടുത്ത് നിന്നും പൊട്ടിയ രീതിയിൽ ബ്ലൂടൂത്ത് കിട്ടുകയും ചെയ്തു. സംഭവം അറിഞ്ഞ ഡോക്ടറിൻ്റെ മാതാപിതാക്കൾ അക്ഷരാർത്ഥത്തിൽ അവരുടെ അനുഭവം, അവരുടെ മുറിവിൻ്റെ ആഴം നമ്മൾക്കൊന്ന് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധമായിരുന്നു. കാരണം എന്തൊക്കെ പ്രതീക്ഷകളോടെയാണ് ഓരോ മാതാപിതാക്കളും സ്വന്തം കുഞ്ഞുങ്ങളെ, പ്രത്യേകിച്ചും പെൺകുഞ്ഞുങ്ങളെ പഠിക്കാനും ജോലിക്കുമൊക്കെ അയക്കുന്നത്. ഇത് ഒരു മനുഷ്യനെ രക്ഷിക്കുന്ന ഈശ്വരൻ്റെ സ്ഥാനത്തുള്ളൊരു വ്യക്തിയാണ് ഒരു ഡോക്ടർ എന്ന് പറയുന്നത്. ഇവരെ കണ്ണുകൊണ്ട് നോക്കി ഉപദ്രവിക്കുന്ന ആ ഒരു പ്രവണത, അത് ഞെട്ടിപ്പിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. നിയമം കർശനമായിട്ട് പാലിച്ചില്ലെങ്കിൽ ഇതുപോലെയുള്ള സംഭവം ഇനിയും നടന്നുകൊണ്ടേയിരിക്കും. ജോലി സ്ഥലങ്ങളിൽ ഈ ഹോസ്പിറ്റലിലെ വനിതാ ഡോക്ടർമാർക്ക് മാത്രമല്ല, ഇതുപോലെ പല സ്ഥലങ്ങളിലും സ്ത്രീകൾക്ക് നേരിടേണ്ടി വരുന്ന ഓരോരോ ബുദ്ധിമുട്ടുകളും ഇതുപോലെയുള്ള പീഡനത്തിൻ്റെ ആ ഒരു പ്രവണതകളുമൊക്കെ എല്ലാവർക്കും പൊതുവായിട്ട് തന്നെ ഇത് വളരെ ആഴത്തിൽ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്വസ്ഥമായിട്ട് സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ ജോലി ചെയ്യുവാനോ ഇല്ല, ഒറ്റയ്ക്കൊക്കെയുള്ള യാത്രകളോ, രാത്രി കാലങ്ങളിൽ എവിടെയെങ്കിലും ജോലി സ്ഥലത്തോ ഓരോ സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കാനോ ഇന്നും അതിനുള്ള ഒരു സേഫ്റ്റി സ്ത്രീകൾക്ക് കിട്ടുന്ന രീതിയിൽ ഇന്നും ഇവിടെ ഒരു വളർച്ച വന്നിട്ടില്ല. പല സ്ത്രീകളും സമൂഹത്തിലെ ഇതൊക്കെ ഓർത്തിട്ട് മൗനം പാലിച്ചിട്ട് പലരും സഹിച്ചുകൊണ്ടാണ് ഇതൊക്കെ മുമ്പോട്ട് പോകുന്നത്. കാരണം പരാതിപ്പെട്ടിട്ട് പല സ്ഥലങ്ങളിൽ നിന്നും അവർക്ക് അനുകൂലമായിട്ടുള്ള അരക്ഷിതത്വത്തെ കരുതിയിട്ടുള്ള യാതൊരു സഹായവും അവർക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പലരും ഇങ്ങനത്തെയുള്ള സാഹചര്യങ്ങളിൽ വേറെ ഗത്യന്തരമില്ലാതെ ജോലിയിൽ മുമ്പോട്ട് പോവുകയും പല സ്ഥലങ്ങളിലും അവർ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അത് പുറത്ത് പറയാൻ തന്നെ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇന്ന് നിലവിലുള്ളത്. സൗദിയിലെ നിയമം ഇവിടെയും വരണം. കാരണം ശിക്ഷ ശക്തമാക്കണം. ഈ പൈശാചികമായിട്ടുള്ള സംഭവങ്ങൾ നിർത്തുവാനായിട്ട് വേറെ ഒരു മാർഗവുമില്ല. നിയമവും ഭരണഘടനയുമൊക്കെ സ്ത്രീകൾക്ക് അനുകൂലമായിട്ടും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുൻതൂക്കം കൊടുത്തിട്ടും കൂടുതൽ ശക്തമായിട്ടുള്ള നിയമങ്ങളും അതിൻ്റെ ശിക്ഷാ നടപടികളും ഒക്കെ കൊണ്ടുവരാതെ ഇനി ഇങ്ങനെയുള്ള അവസ്ഥ കൂടുതൽ മോശമായിട്ടുള്ള രീതിയിലേ പോകുന്നുള്ളൂ. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല, ധാരാളം സംഭവങ്ങൾ ഇതുപോലെ ചുറ്റിലും നടന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ മരിച്ചു പോയിട്ടുള്ള ഡോക്ടർക്ക് വേണ്ടിയിട്ട് ഒരു നിമിഷം മനസ്സുകൊണ്ട് വളരെ വിഷമത്തോടെയും സങ്കടത്തോടെയും കൂടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. മേലാൽ ഇതുപോലെയുള്ള മൗമിതമാർ ഇനി സമൂഹത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ. ഇനിയും സ്ത്രീകൾ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ നേരിടേണ്ടി വരാതെ ഇതുപോലെയുള്ള കശ്മരന്മാരെയൊക്കെ അങ്ങേയറ്റം ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്കൊക്കെ നിയമം കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടർ മൗമിതയ്ക്ക് ആത്മശാന്തി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ വളരെ ഒരു വിഷമത്തോടു കൂടിയാണ് ഞാൻ ചെയ്തത്. അത് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് മനസ്സും എൻ്റെ കണ്ണുകളുമൊക്കെ നിറഞ്ഞ ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ട് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നടന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ തന്നെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് ഇനിയും ഇതുപോലെയുള്ള സംഭവങ്ങൾ, ക്രൂരതകൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഒറ്റക്കെട്ടായി ഇതിനെതിരെ പോരാടുവാൻ തന്നെ ചെയ്യണം. അല്ലാതെ ഇതിൽ നിന്ന് മോചനം കിട്ടുവാനായിട്ട് യാതൊരു മാർഗവും തെളിയുന്നില്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.